സദൃശ്യവാക്യം 18:10. The name of the Lord is a strong tower, the righteous run unto him and they are safe. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. വളരെ അറിയാവുന്ന ഒരു വാക്യമാണ്, പലരും പാട്ടായിട്ട് ഇത് പാടുന്നതാണ്. The name of the Lord is a strong tower, the righteous run unto him and they are safe. എന്നാലും നമ്മളതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല, ഒരിക്കലും ചിന്തിക്കാറില്ല. ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന വെപ്രാളമൊന്നും കാണിക്കണ്ട. അപ്പം നമുക്ക് പ്രയാസമുണ്ട്, പക്ഷെ പ്രയാസം വരുമ്പോൾ ഓടിച്ചെല്ലാൻ പറ്റിയ ഒരു ഗോപുരം എനിക്കുണ്ട്. അത് തുറന്നു വെച്ചിരിക്കുക, അതിനകത്തോട്ട് കയറി ചെന്നാൽ മതി. കയറി ഓടിച്ചെല്ലണം എന്നാണ് പറയുന്നത്. അടുത്ത് ചുമ്മാ നിൽക്കുകയല്ല, ഓടണം. അതാണ് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില മുറി, ചെറിയ മുറി. അപ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്താ ഈ ചെറിയ മുറി? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എനിക്ക് ഒത്തിരി ദേഷ്യവും സങ്കടവും വരും. വീട്ടിലെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ മുറിക്കകത്ത് കയറും. അതിൻ്റെ അവിടെ ഇരുന്ന് ഞാനങ്ങ് കുറേ നേരം ദൈവത്തോട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരും. അപ്പം മറ്റുള്ളവർ അതിനെ പ്രെയർ റൂം എന്നാണ് വിളിക്കുന്നത്, മമ്മിയുടെ പ്രാർത്ഥനാ മുറി. ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയാൽ ആ മുറിക്കകത്തോട്ട് ഓടും. വീട്ടിൽ പ്രയാസം ഉണ്ടെങ്കിൽ ആ മുറിക്കകത്ത് അവർ കയറി അവിടെ ഇരിക്കും. ആരോടെ സംസാരിച്ചത്? ദൈവത്തോട്. അതുകൊണ്ടാണ് പറയുന്നത് അവർക്കൊരു ഗോപുരമുണ്ട്. അതാണ് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ദിസ് വേഴ്സ് ഹാസ് എ പവർ ദാറ്റ് ദി എനിമി കാനോട്ട് ടച്ച്. അതായത് ഈ ദുഷ്ടസേവ ചെയ്യുന്നവർ, നമ്മൾ പറയുക കൂടോത്രം ചെയ്യുന്നവർ, ആഭിചാരം ചെയ്യുന്നവർ, ഇവർക്ക് അവിടെ പോയിട്ട് ഉപദ്രവിക്കുന്ന ഉള്ളവരുണ്ടല്ലോ, അവർ ഉപദ്രവിച്ച് ശക്തി അയക്കും, ദുരാത്മാവിനെ അയക്കും. അത് ചെയ്യാറുണ്ട് മനുഷ്യർ. കാരണം സത്യദൈവത്തിലല്ലാത്തവർക്ക് വേറൊരു ശക്തിയാണ് ദുരാത്മാവ്, ദുഷ്ടശക്തിയാണ്. അവനെ അയച്ചുകൊണ്ടിരിക്കും നമുക്കെതിരായിട്ട്, നമ്മുടെ സ്ഥലങ്ങൾക്കെതിരായിട്ട്, മക്കൾക്കെതിരായിട്ട്. അവൻ ചെയ്യാറുണ്ട്, എപ്പോഴും ചെയ്യും. അവന് ക്ഷീണമില്ലല്ലോ, അവന് ഉറക്കമില്ല. പക്ഷേ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അതായത് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, വളരെ സാധുവായ ഒരു കുടുംബം ഒരു വലിയ ധനവാൻ്റെ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ ഇവിടുന്ന് മാറ്റിയിട്ട് ആ സ്ഥലം എടുക്കണം എന്നുള്ള ചിന്തയിൽ എല്ലാ ദിവസവും അയാൾ ആഗ്രഹിക്കുക, പക്ഷെ നടക്കുന്നില്ല. ലാസ്റ്റിൽ കൂടോത്രം ചെയ്തിട്ട് ഇവൻ്റെ മേലോട്ട് ദുരാത്മാവിനെ അയക്കുകയാണ്. പല പ്രാവശ്യം ദുരാത്മാവ് ചെറിയ വീട്ടിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ അകത്ത് കയറാതെ തിരിച്ചു വരും. പല പ്രാവശ്യം അയച്ചിട്ട് തിരിച്ചു വന്നപ്പം ഈ പൂജാരി ചോദിച്ചു, നീ എന്താണ് ഓരോ പ്രാവശ്യം അയക്കുമ്പോഴും അകത്തോട്ട് കയറി അവരെ കൊല്ലുന്നതിനും തിരിച്ചു വരും? അപ്പോൾ അയാൾ പറഞ്ഞ്, അതിനകത്ത് എനിക്ക് കയറാനൊക്കത്തില്ല. അവരാ സങ്കീർത്തനം 18:10 വെച്ചിട്ട് അവർ ദൈവത്തിൻ്റെ ഗോപുരത്തിനകത്ത് മൂടപ്പെട്ടിരിക്കുക, എനിക്കകത്തോട്ട് കയറാനൊക്കത്തില്ല. അപ്പം വിച്ച്ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും ദുഷ്ടത ചെയ്യുന്നവർക്കും ഈ വചനത്തിൻ്റെ ശക്തി അറിയാം. എന്താണ്? യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. അപ്പോൾ വചനമാണ് പിശാചിന് പേടി വന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ പൂജാരി പറഞ്ഞു, നാളെ ഞാൻ നിന്നെ വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിശാച് പറഞ്ഞ്, ഇനി നീ എന്നെ വിടുകയാണെങ്കിൽ നിൻ്റെ തല ഞാൻ വിട്ടുമെന്ന് പറഞ്ഞു. കാരണം അപ്പുറത്തിരിക്കുന്ന ആരാന്ന് എനിക്കറിയാം. അവരെ ദൈവത്തെ വിളിക്കുന്നവരെ സത്യദൈവത്തെ അറിയാം. ഈ ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് ഈ ഒരു വചനത്തിൽ കൂടെ പിശാചിനറിയാം. പക്ഷെ നമുക്കറിയാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് എ സ്ട്രോങ് ടവർ. ഒരു ടവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? നല്ല കോൺക്രീറ്റ് വെച്ച് ടവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആന വന്ന് ചവിട്ടിയാൽ മാറാത്ത കോൺക്രീറ്റ്. അതിനകത്ത് നമ്മളെ സൂക്ഷിച്ചു വെച്ചിരിക്കും. അത് ദൈവമാണ് എൻ്റെ ഗോപുരം. ആ ഗോപുരത്തിൻ്റെ അടുക്കൽ ഒരു ദുഷ്ടൻ അടുക്കത്തില്ലെന്ന് നമുക്ക് പറയാനുള്ള ശക്തി വരണം. അതാണ്. സോ ഇറ്റ് ഈസ് എ പവർഫുൾ സോഡ്. നല്ല ശക്തിയേറിയൊരു വാളാണ്. എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, അല്ലെ ഭർത്താവ് വിചാരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരാൾ നമുക്ക് പറയാം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, എൻ്റെ കുടുംബത്തിന് നീ ഒരു ബലമുള്ള ഗോപുരം. യഹോവയാം ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ അതിലേക്ക് ഓടി വന്ന് അഭയം പ്രാപിക്കുന്നു. നടക്കുമൊന്നുമല്ല, ഞാൻ ഓടി വന്ന് അഭയം പ്രാപിക്കുന്നു. അങ്ങനെയൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ, വന്ന ശത്രു അതേപോലെ തിരിച്ചു പോകല്ല, അവനെ ദൈവം തീയിറക്കി കരിച്ചു കളയും. സ്വർഗത്തിൽ നിന്ന് തീയിറക്കി കരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്.
ദൈവം നമ്മൾ വിചാരിക്കുന്നതല്ല, ദൈവം കൃപ എന്നൊക്കെ പറയുമ്പോൾ ഒരു സൈഡേ ഉള്ളൂ, മറ്റേ സൈഡ് തീയിറക്കുന്ന ഒരു ദൈവം കൂടാണ്. ഏലിയാ പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങിയില്ലേ? പുസ്തക പ്രവൃത്തി 2-ാം അധ്യായം പരിശുദ്ധാത്മാ തീ പോലെ ഇറങ്ങിയില്ലേ? ആർ യു ലിവിങ് അണ്ടർ ദി സ്ട്രോങ് ടവർ? എന്തിനാണ് എന്നും പിശാചിൻ്റെ ഭാരത്തിലും എന്നും കഷ്ടകാലം എന്ന് പറയുന്ന വിശ്വാസികളോട് ഞാൻ പറയട്ടെ, നീ ദൈവത്തിൻ്റെ ഗോപുരത്തിനകത്ത് ജീവിക്കാൻ പഠിച്ചിട്ടില്ല. ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ, ഒരു കോഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇഫ് യു ബിലീവ് ദിസ്, ദ എനിമി ക്യാനോട്ട് ക്രോസ് ദ ലൈൻ. ഒരു വര വരച്ചിരിക്കുക, ഇതുവരെ എന്നൊരു സമുദ്രത്തിൻ അതിര് വരച്ചൊരു ദൈവത്തിൻ അതിപ്രബലതയെ പറയുവാൻ ഈ അറിഞ്ഞുകൂടാത്ത ഒരു വിഡ്ഢിയാണ് ഞാൻ. ഇതുവരെ എന്നൊരു സമുദ്രത്തിന് അതിര് വരച്ച ദൈവം തൻ്റെ മണൽത്തരി കൊണ്ട് വരച്ചു എങ്കിൽ ഇതുവരെ ഇവനൊക്കത്തുള്ളൂ എന്ന് സദൃശ്യവാക്യം 18:10 വെച്ച് എൻ്റെ യഹോവ എൻ്റെ ബലമുള്ള ഗോപുരമാകുന്നു, ഞാനും എൻ്റെ കുടുംബവും അതിനകത്ത് ഓടി വന്ന് അഭയം പ്രാപിച്ചിരിക്കുന്നു, അതിനാൽ ഒരു ശത്രു തൊടത്തില്ല എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാം. എന്നോട് പറയും, മാഡം പ്രാർത്ഥിച്ചോണേ, അല്ല ചിലർ ആൻറ്റി പ്രാർത്ഥിച്ചോണേ എന്ന് പറയും. ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിക്കും. ഞാൻ പലരോടും പറയും, ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിക്കും മക്കൾ, 21 ദിവസം പ്രാർത്ഥിക്കുക എന്ന് പറയും. വചനം നമ്മുടെ ഗോപുരമായി മാറണം, വചനം നമ്മുടെ ജീവനായി മാറണം. വചനം എനിക്ക്, യഹോവയുടെ വചനം എനിക്ക് ഗോപുരമാണ്. ഞാൻ അതിനകത്ത് ചിലപ്പോൾ ചില മക്കൾ ദൈവത്തിൽ അറിയുന്നില്ലായിരിക്കും, പക്ഷേ അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം ഒരാൾ ദൈവത്തെ വിളിച്ചാൽ ബാക്കിയുള്ളവരെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. ഒരു നോഹ കൊണ്ട് ബാക്കി 8 പേരെ രക്ഷിച്ചു, ബാക്കിയുള്ളവരൊന്നും ചുവള്ളല്ല. അബ്രഹാം നല്ലതാനുണ്ട്, ലോത്തിനെ രക്ഷിച്ചു ഇല്ലേ? ഓരോ കഥകൾ നോക്കിയാൽ ഒരു ജോസഫ് നന്നായി എത്രയോ ഇസ്രായേൽ ജനത രക്ഷിച്ചു. ഒരാൾ നിൽക്കുന്നുണ്ട്. ഒരു യേശു വന്നു നമുക്ക് വേണ്ടി. ഒരു മീറ്റിങ്ങിൽ യേശു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു, യേശു നമ്മുടെ കറകളെല്ലാം കഴിഞ്ഞു, യേശു പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു പഠിത്തമുള്ള ഒരു ചെറുക്കൻ തിരിച്ചു ചോദിച്ചു, അതെന്താന്നാ ഒരു മനുഷ്യൻ കുറച്ചു നേരം ക്രൂശേ കിടന്നുകൊണ്ടും ഒരു മനുഷ്യൻ 6 മണിക്കൂർ ക്രൂശേ കിടന്ന് രക്തം ചൊരിഞ്ഞുകൊണ്ടും നമ്മുടെ എല്ലാം പാപം മാറുമോ എന്ന് ചോദിച്ചു. സങ്കടമല്ലേ ചോദ്യം? ഉത്തരം, നീ ആരാണ് യേശുവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ആ ചോദ്യം ചോദിക്കുകയില്ല. ആരാണ് നിൻ്റെ യേശു എന്ന് ഞാൻ പറഞ്ഞു തരാം. ഭൂമിയിലുള്ള സകല വെള്ളവും അവൻ്റെ ഉള്ളംകൈയിൽ വഹിക്കുന്നവൻ, ആകാശത്തിനെ തൻ്റെ ചാണുകൊണ്ട് പരിമാണമെടുക്കുന്നവൻ, ഭൂമിയിലുള്ള സകല പൊടിയും അവൻ്റെ നാഴിയിൽ ഉൾക്കൊള്ളുന്നവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോലുകൊണ്ട് അളക്കുന്നവൻ, മലകളെ ത്രാസിന്മേൽ തൂക്കുന്നവൻ, അവൻ നിനക്ക് വേണ്ടി ക്രൂശിൽ കയറിയപ്പോൾ നിൻ്റെ പാപമാണ് ഏറ്റെടുത്ത്. അറിയാമോ നിനക്ക്? ആരാണ് യേശു? പിന്നെ ചോദ്യം നിൽക്കുമോ? പിന്നെ ചോദിക്കൂല. അവിടെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ ആരാ യേശു എന്ന്. അതാണ് ആകാശത്തെയും ഭൂമിയും ഭൂതലത്തെയും സൃഷ്ടിച്ചപ്പോൾ തൃത്വമായിട്ടുള്ള അതിൽ ഒരനായിട്ട് നിന്ന യേശു വെളിച്ചമുണ്ടാകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടാക്കിയ ദൈവം സ്വന്തം പുത്രനായ യേശുവിനെ ഭൂമിയിലോട്ട് തന്നിട്ട് അവൻ ആരെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ വിഡ്ഢിയല്ലേ? ഞാൻ പറയും, വിഡ്ഢിയായവൻ പറയും ദൈവം ഇല്ല എന്ന്. ഇപ്പോൾ ഈ സയൻറ്റിഫിക് തിയറികളൊക്കെ ഒത്തിരി സയൻസ് ഉണ്ട്, ഡാർവിൻ തിയറി ഉണ്ട്, മറ്റേ തിയറി. ആ തിയറിയെല്ലാം ഇപ്പം പ്രൂവ് ചെയ്തെല്ലാം അൺപ്രൂഫായിട്ട് മാറുന്നു ഇല്ലേ? ഇനി മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് പകരം ദൈവത്തെ ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാം മാറും, പക്ഷേ ഒരിക്കലും മാറാത്ത ഒന്നുണ്ട്, അത് നമ്മുടെ ദൈവത്തിൻ്റെ വചനം. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ എൻ്റെ വചനം ഒരിക്കലും മാറിപ്പോകത്തില്ല. ഉറപ്പുണ്ടോ? ഉറപ്പ് വരണമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അവിടെ എങ്ങനെ ഈ വചനം കേൾക്കും, എങ്ങനെ ഇരിക്കാൻ ഒക്കുമെന്ന്? റൺ, ഓടിച്ചെന്ന് ടവറിനകത്ത് കയറണം, ഓടിക്കയറണമെന്ന് ഞാൻ പറയുന്നത്. കണ്ടിട്ടുണ്ടോ? ചില പ്രായമുള്ള സ്ത്രീകൾ നേരം വിളിക്കുന്നതിന് മുമ്പേ, അച്ഛൻ വരുന്നതിന് മുമ്പേ പള്ളിയിൽ ചെന്നിരിക്കും. ചിലർ സഭായോഗത്തിൽ, ഈ അമേരിക്കയിൽ ഞാൻ ഈ ടൈംസ് സ്ക്വയർ ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചുണ്ട്. 2000 പേര് വെച്ചാണ്, 4-5 സർവീസാണ്. ആഫ്രിക്കൻ അമേരിക്കൻസാണ് അവിടെ മെയിനായിട്ട്, വെള്ളക്കാരും വരും. പക്ഷെ അവിടെ ആളുകൾ ഓടുകയാണ് അതിനകത്തോട്ട് കയറിയിരിക്കാൻ, ഓട്ടമാണ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലൊരു സഭയിൽ ഞാൻ കണ്ടു, ആളുകൾ രാവിലെ ഓട്ടമാണ് അതിനകത്തോട്ട് കയറി ചെന്നിരിക്കാൻ. ദ റൈച്ചസ് റൺ അൺടു ഹിം. ഓടണം നമ്മൾ. അതായത് ഞാൻ പറയുന്നത്, ഈ ബൈബിൾ ഒരു റെഗുലർ ബുക്കൊന്നുമല്ല.
ഇതൊരു ജീവൻ തരുന്ന ബുക്കാണ് കയ്യിലിരിക്കുന്നത്. ഇത് ജീവൻ ജീവൻ ജീവനാണ്. ഹീസ് അലൈവ് 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 എന്ന് ഇത് വിളിച്ചു പറയുകയാണ്. ആ എക്സ്പീരിയൻസ് ആ പ്രൊട്ടക്ഷനിൽ വരണം. ആ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ കഷ്ടത്തിൻ്റെ നടുക്കും അവൻ നമ്മുടെ കൂടെ നിൽക്കുന്നുവെങ്കിൽ ഏത് കഷ്ടം വന്നാലും ജയമെടുക്കുമെന്ന് വിളിച്ചു പറയും. ജയം കണ്ടിട്ടല്ല, ആത്മാവിൽ കണ്ടിട്ട് വിളിച്ചു പറയും. അതാണ് ദ നെയിം ഓഫ് ദ ലോർഡ് ഇസ് എ സ്ട്രോങ് ടവർ. നമ്മൾ പറയുന്നുണ്ട്, യേശുവേ നീയാണെൻ്റെ ഉറച്ച പാറ, നീയാണെൻ്റെ ഗോപുരം. അങ്ങനെ പറയുമ്പോൾ ഈ വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നവർ, ഒരു ക്രിസ്ത്യാനികൾ, അവർ യേശുവിലാകും. അത് കഴിയുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന ഒരു വചനമാണ് സദൃശ്യവാക്യം 18:10. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ദ റൈച്ചസ് റൺ അൺടു ഹിം ആൻഡ് ദേ ആർ സേഫ്. നമ്മൾ ഈ ബലമുള്ള ഗോപുരത്തിനകത്തോട്ട് ഓടിച്ചെല്ലാൻ തക്കവണ്ണം നമ്മൾ റെഡിയാകണം. ഇപ്പം ഞാൻ പറയുമ്പോൾ നമ്മൾ ആത്മാവിലത് കേട്ടിട്ട് ചുമ്മാ ഇതിലൂടെ കേട്ട് മറ്റിടത്തൂടെ പോവുകയല്ല. അത് നമ്മുടെ ഉള്ളിൽ നിറയണം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. അപ്പോൾ ദൈവം ഈ തന്നിരിക്കുന്ന ടവർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ലെന്നല്ലേ? അതുകൊണ്ട് ഇഗ്നറൻ്റ് ആകരുത്. ദർ ഇസ് എ സ്പിരിച്വൽ ബാറ്റിൽ. നമുക്ക് ചുറ്റും യുദ്ധമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കവചത്തിനകത്ത് പൊതിയണം. മറ്റുള്ളവർ നന്മ ചെയ്തിട്ടൊന്നും അല്ല, നമ്മൾ ഒരു കാലത്ത് നന്മ ഒന്നും ചെയ്യാതെ നടന്നപ്പോഴാണ് നമ്മളെ വിളിച്ചു മാറ്റിയെന്ന് ഓർക്കുക. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് സഹതാപം കടന്നു ചെന്നിട്ട് അവൻ്റെ ആ വലിയ ഗോപുരത്തിനകത്തേക്ക് എല്ലാത്തിനും വലിച്ചു കയറ്റാം. ജീവനദിക്കകത്തവരെ തള്ളിയിടാം. ജീവൻ്റെ ആത്മാവ് അനേക മക്കളിലേക്ക് വന്ന് തൊടട്ടെ. അനേക മക്കൾ ദൂരെ ഇരിക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ ജീവൻ്റെ ഒരു വലിയ നദി അങ്ങനെ ഒഴുകുകയാണ്. ഈ സൗദി അറേബ്യ, ബഹ്റൈന്, ദുബായ്, ദോഹ അവിടെ നിന്നൊക്കെയുള്ള പിള്ളേരെന്നെ നേഴ്സുമാരെ പലരും വിളിക്കാറുണ്ട്. നല്ല പ്രയാസമുള്ളവരാണ് വിളിക്കുന്നത്. അവർക്കൊന്നും നമ്മളെ വന്ന് കാണാനോ ഒന്നും എടുക്കാനോ ഒക്കില്ല. പക്ഷെ ഒരു വചനമായിരിക്കും അവർക്ക് ബലം കൊടുക്കുന്നത്. അങ്ങനെ എത്രയോ പേരിടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ബലപ്പെടുന്നുണ്ട്. വചനത്തിൽ, നമ്മുടെ വചനത്തിൽ ഉറച്ചു നിൽക്കുക. അനേകർക്ക് വെളിച്ചമായി മാറട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യഹോവയുടെ സങ്കേതം, അതൊരു വലിയ ഗോപുരമാണ്. അവൻ്റെ പേര് തന്നെ ഞങ്ങൾക്കൊരാശ്രയമാണ്. അത് ഞങ്ങൾക്ക് ചുറ്റും ഒരു വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. എത്ര വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നവരും തൊട്ടത് ചെയ്യുന്നവരും അവൻ എന്നൊക്കെ ചെയ്താലും ഈ ഗോപുരത്തിനകത്ത് കയറൂല. പക്ഷെ ഗോപുരത്തിനകത്തുനിന്ന് പുറത്ത് ചാടുന്ന ചിലരുണ്ട് കർത്താവേ. അത് പലപ്പോഴും ഞങ്ങളുടെ തലമുറകളാണ്. അവർക്കത്രയും വിവേകമില്ല. അവരെ സൂക്ഷിച്ചോണമേ. തിരിച്ചവരെ കൊണ്ട് നകത്ത് കയറ്റി നിർത്തണമേ. നോഹയുടെ പെട്ടകത്തിനകത്ത് കയറാൻ എത്ര പേരെ വിളിച്ചു? 8 പേരെ കയറിയുള്ളൂ. അങ്ങനെ തന്നെ ഇന്നും എത്ര പേര് വിളിച്ചാൽ കേൾക്കും ദൈവമേ. ഞങ്ങൾ വിശ്വസ്തയോടെ ഞങ്ങളുടെ തലമുറകളോടും ഞങ്ങളീ പറയുന്ന വചനം കേൾക്കുന്നവരോടും കരുണ തോന്നി നിൻ്റെ കൂടാരത്തിനകത്തോട്ട്, ആ ഗോപുരത്തിനകത്തോട്ട് അവരെ കയറ്റി നിർത്തുന്നു. അനേക റിബല്യസ് ആയിട്ടുള്ള നടക്കുന്ന ഞങ്ങളെ നിൻ്റെ അരയ്ക്ക് ഞങ്ങൾ കെട്ടിവെക്കുക. പക്ഷെ നിൻ്റെ അങ്കി കൊണ്ട് അവരെ പൊതിയണം. നിൻ്റെ ശബ്ദം അവർ കേൾക്കണം. പക്ഷേ ഒരു വാക്കുകൊണ്ട് അവർക്ക് വ്യത്യാസം വരും. അസാധ്യമെന്നൊരു കാര്യം നിൻ്റെ ബുക്കിലില്ല. അതിനാൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയും. അതത് ഏറ്റെടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് തലമുറകളുടെ മേൽ നിൻ്റെ കൈവച്ച് കഴിയുമ്പോൾ അവരുടെ ആത്മാവ് ജീവിക്കും, ജഡം കരിഞ്ഞു പോകും. ആത്മാവ് ജീവിക്കട്ടെ, ജഡം കരിയട്ടെ. ആത്മാവ് ജീവൻ വെക്കട്ടെ, ജഡം കരിഞ്ഞു പോകട്ടെ. ആത്മാവിന് പുഷ്ടി പിടിച്ചിട്ട് വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി 4 നേരം ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ 4 നേരം വചനം കൂടെ വായിക്കാനുള്ള കൃപയിട്ട് കൊടുത്താട്ട്. നീതിമാന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. ഞങ്ങളുടെ സംസാരം പോലെ എൻ്റെ വായിൽ നിന്നൊരു വചനം വരുന്നതിന് മുമ്പേ ഞാൻ അവയ്ക്ക് ഉത്തരം തന്നിരിക്കും. ഇത്ര നല്ലവനായൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ എൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് ഓർഡർ ചെയ്യുക, എന്നോട് കൽപ്പിക്കുക എന്നാണ് നീ പറയുന്നത്. ഞങ്ങൾ നിന്നോട് പറയുക, ചെയ്തേ ഒക്കത്തുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.